بسم الله الرحمن الرحيم والنجم إذا هوى ما ضل صاحبكم وما غوى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളിന്ന് APSLM ഫൗണ്ടേഷനും പ്രൊഫോൺ TV-യും സംയുക്തമായി റമദാനിൽ സംഘടിപ്പിച്ചിരുന്ന കോണ്ടക്സ്റ്റ് ഖുർആൻ മത്സര പരിപാടി അതിൻ്റെ ഫലപ്രഖ്യാപനത്തിലാണ് ഉള്ളത്. എന്നോടൊപ്പം AP അബ്ദുസ്സമദ് സാഹിബുണ്ട്, അതുപോലെ തന്നെ മുസ്തഫ തൻവീറുമുണ്ട്. വളരെ സജീവമായ രീതിയിൽ ഒരുപാട് ആളുകൾ പങ്കെടുത്ത വളരെ വിശാലമായ വളരെ വിജയകരമായ ഒരു പ്രോഗ്രാമായിരുന്നു. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് വൈജ്ഞാനികമായ ഇസ്ലാമികമായ ഒരുപാട് വിജ്ഞാനങ്ങൾ നേടാൻ അതുകൊണ്ട് കഴിഞ്ഞു എന്നുള്ള അഭിപ്രായങ്ങൾ ഒരുപാട് കേട്ടു എന്നത് വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ആളുകൾ അതിനെ റമദാൻ മാസത്തിൽ ഒരു ഖുർആൻ വിജ്ഞാനം നേടുന്നതിന് വേണ്ടി വളരെ താല്പര്യത്തോടു കൂടി ഏറ്റെടുത്തു എന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. അതിൽ 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ഫുൾ മാർക്ക് നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവർ അത് പറയാറുമുണ്ട്. ഞങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മത്സരത്തിൽ പങ്കെടുത്തിരുന്നു, ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഫുൾ മാർക്ക് നേടാൻ കഴിഞ്ഞില്ല, 1 മാർക്ക് കൊണ്ട് നഷ്ടപ്പെട്ടു, 2 മാർക്ക് കൊണ്ട് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായിരുന്നാലും നമ്മൾ ഇതുകൊണ്ട് പ്രത്യേകമായിട്ടും ഉദ്ദേശിച്ചത് ഈ ഖുർആനിൻ്റെ ആശയങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക, അത് നമ്മൾ പഠിക്കുക എന്നത് തന്നെയാണല്ലോ. അതൊരു മത്സരം എന്നതിൻ്റെ അപ്പുറത്ത് ആ നിലക്ക് അതിനെ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തു എന്നത് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ സമ്മാനം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി മുസ്തഫ തൻവീറിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ റമദാനിൽ 20 എപ്പിസോഡുകളിലായിട്ടാണ് കോണ്ടക്ട്സ് എന്ന പേരിലുള്ള നമ്മുടെ റമദാൻ സീരീസ് നമ്മൾ ചെയ്തത്. അൽഹംദുലില്ലാഹ്, നിങ്ങളിൽ ഒരുപാട് പേർ അത് വീക്ഷിച്ചിട്ടുണ്ട്. കുറേ പേർ ആ മത്സരങ്ങളിൽ പങ്കെടുത്തു. വളരെ സന്തോഷകരമായൊരു അനുഭവമായിരുന്നു അത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്ന തീമിലുള്ള കുറേയധികം പരിപാടികൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫോൺ TV-യിൽ നിങ്ങൾക്കറിയാം, നമ്മൾ സീറ സീരീസ് ചെയ്തിരുന്നു. അത് നിങ്ങളിൽ ഒരുപാട് പേർ പിന്തുടർന്നിരുന്നു. അതിൻ്റെ ഒക്കെ ഒരു തുടർച്ച എന്ന നിലയിലാണ് നമ്മൾ ഈ സീരീസ് ചെയ്തത്. പരിശുദ്ധ റമദാനിൽ പരിശുദ്ധ ഖുർആൻ വചനങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ സീരീസ് ചെയ്തത്. പക്ഷേ ഈ ഖുർആൻ വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സന്ദർഭങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവയുടെ അവതരണ പശ്ചാത്തലങ്ങൾ ആഖ്യാനിച്ചുകൊണ്ട് ഒരേ സമയം ഖുർആനിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെയും അടുത്തറിയാൻ സഹായകമാകുന്ന വിധത്തിലാണ് നമ്മളുടെ സീരീസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. അള്ളാഹു ഇതൊരു സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സീരീസ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചത് നിങ്ങൾക്കെല്ലാം അറിയാം, APSLM ഫൗണ്ടേഷനാണ്. ഇതേപോലുള്ളൊരു റമദാൻ സീരീസ് APSLM ഫൗണ്ടേഷൻ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അതുവഴി നിങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നതിൽ വ്യക്തിപരമായി തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. AP അബ്ദുസ്സമദ് സാഹിബ് ഇവിടെ ഉണ്ട്. അദ്ദേഹം APSLM ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. അദ്ദേഹമാണ് നമ്മുടെ മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിക്കുന്നത് എന്നത് വളരെ ആഹ്ലാദകരമായൊരു കാര്യമാണ്. ഇവിടെ നേരത്തെ ഷെരീഫ് സൂചിപ്പിച്ച പോലെ ഒരുപാട് ആൾക്കാർ ഇത് ഈ മത്സരമല്ല ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം. മത്സരം എന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്ന് സജീവമാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപാധി എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ഈ സീരീസ് വീക്ഷിച്ച എല്ലാവരും മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ല. സീരീസ് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്, അവരെല്ലാവരും മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ല. അതിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സമയവും അവസരവും ഒക്കെ ഒത്തുവന്ന ഒരുപാട് സുഹൃത്തുക്കൾ അവർ മത്സരത്തിൽ പങ്കെടുത്തു. ആ മത്സരത്തിൽ പങ്കെടുത്തവരിൽ തന്നെ വിജയികളായവർ മാത്രമല്ല ശരിക്കും വിജയികളായത്. ഇത് നമ്മൾ 1-2 ഉത്തരങ്ങൾ തെറ്റി അല്ലെങ്കിൽ 3 ഉത്തരങ്ങൾ തെറ്റി എന്നതിലപ്പുറത്ത് ഇത് പഠിക്കുവാൻ വേണ്ടി, ഇത് സ്ഥിരമായി പിന്തുടരുവാൻ വേണ്ടിയുള്ളൊരു പ്രചോദനം ആ മത്സരത്തിലൂടെ നൽകുക എന്നതാണ് നമ്മൾ പ്രധാനമായും ഉദ്ദേശിച്ചത്. ആ ഒരു സ്പിരിറ്റിൽ തന്നെ ആയിരിക്കും എല്ലാവരും ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവുക. മാത്രമല്ല, ഇതിൽ മുഴുവൻ മാർക്ക് നേടിയ എല്ലാ ആളുകളും അവർ മുഴുവൻ മാർക്ക് നേടി എന്ന അർത്ഥത്തിൽ സാങ്കേതികമായി തന്നെ വിജയികളാണ്. പക്ഷേ നമുക്കറിയാലോ,
ഒരു ഇതേപോലുള്ളൊരു മത്സര പരിപാടിയുടെ ഒരു പരിമിതി വെച്ച് നമ്മൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത 5 പേർക്കാണ് നമ്മൾ ഈ ക്യാഷ് അവാർഡ് കൊടുക്കുന്നത്. പക്ഷേ അതിലുപരി ഇതിലെല്ലാവരും പങ്കെടുത്ത എല്ലാവരും വിജയികളാണ്. ഇതൊക്കെ നമ്മൾ പരലോകത്ത് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ആത്യന്തികമായി ചെയ്യുന്നത് എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അള്ളാഹുവിനോട് ഇത് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധ ഖുർആനിലേക്ക് കൂടുതൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അടുത്തറിയാനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിന്തുടരാനും എല്ലാം നമ്മൾക്കിത് പ്രചോദനമാകട്ടെ. കൂടുതൽ സംസാരിക്കുന്നില്ല. ഇത് നറുക്കെടുപ്പ് നടത്തുന്നതിനു വേണ്ടിയും വിജയികളെ പ്രഖ്യാപിച്ച് സംസാരിക്കുന്നതിനു വേണ്ടിയും APSLM ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാന്യനായ സമദ്-ക്കയെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ റമദാനിൽ 20 എപ്പിസോഡുകളിൽ നടന്ന സീറ സീരീസിൻ്റെ അതിൽ പങ്കെടുത്ത മത്സരാർത്ഥികളിൽ നിന്ന് 5 മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുകയാണ്. 1194 പേരാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത്. അതിൽ 192 പേർക്ക് പൂർണ്ണമായും 100% മാർക്ക് ലഭിച്ചു. ആ 192 പേരിൽ നിന്നാണ് 5 പേരെ വിജയികളായി പ്രഖ്യാപിക്കുന്നത്. നേരത്തെ മുസ്തഫ തൻവീർ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും വിജയികളാണ്. ഒരു പ്രോത്സാഹനം എന്ന നിലക്ക് മാത്രമാണ് ഈ 5 പേർക്ക് നമുക്ക് ക്യാഷ് അവാർഡ് വിതരണം ചെയ്യുന്നത്. നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ മത്സരാർത്ഥി മിസിരിയ. ആദ്യത്തെ സമ്മാനം ലഭിച്ചിട്ടുള്ളത് മിസിരിയ. രണ്ടാമതായി സമ്മാനം ലഭിച്ചിട്ടുള്ളത് നസീബ് അബ്ദു തൈക്കാടൻ. നസീബ് അബ്ദു തൈക്കാടൻ. മൂന്നാമതായി സമ്മാനം ലഭിച്ചിട്ടുള്ളത് അനീസ MT. അനീസ MT. നാലാമതായി സമ്മാനം ലഭിച്ചിട്ടുള്ളത് ഫിദ M. ഫിദ M. അവസാനം അഞ്ചാമത്തെ സമ്മാന വിജയി നദുവ വി. നദുവ വി. ഇവർ 5 പേരാണ് സമ്മാനത്തിന് അർഹരായിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകളായിരിക്കും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കുക എന്നതാണ്. ഇപ്പോൾ നമുക്ക് വിജയികളിലും ഭൂരിപക്ഷവും സ്ത്രീകളാണ്. ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അസ്ലം ഫൗണ്ടേഷൻ്റെ കീഴിലാണ് ഈ പരിപാടികൾ നടത്തിയിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ് APSLM ഹോളി ഖുർആൻ അവാർഡ്. അപ്പോൾ APSLM ഹോളി ഖുർആൻ അവാർഡിൻ്റെ 2025 ഫൈനൽ മത്സര സമയത്താണ് APSLM ഫൗണ്ടേഷൻ്റെ പ്രഖ്യാപനം വരുന്നത്.
ഈ ഫൗണ്ടേഷൻ്റെ ലക്ഷ്യം ഖുർആനും സുന്നത്തും പ്രചരിപ്പിക്കാനുള്ള ഒരു ഗവേഷണ പദ്ധതിയാണ് APA അബ്ദുസ്സലാം ഫൗണ്ടേഷൻ ഉദ്ദേശിക്കുന്നത്. ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ സുന്നത്തും അത് പ്രചരിപ്പിക്കാനുള്ള ഗവേഷണങ്ങൾ നടത്തുകയും പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും അതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുക എന്നതാണ് APA അബ്ദുസ്സലാം ഫൗണ്ടേഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. വരും സമയങ്ങളിലും ഫൗണ്ടേഷൻ്റെ കീഴിൽ ഇത്തരം പഠനാർഹമായ ഒരുപാട് പദ്ധതികൾ നടത്തുവാൻ ഫൗണ്ടേഷൻ ഉദ്ദേശിക്കുന്നുണ്ട്. മത്സരാർത്ഥികൾക്കെല്ലാം തന്നെ നല്ല രൂപത്തിലുള്ള സമ്മാനം കൂടി നിർണയിച്ചുകൊണ്ട് കൂടുതൽ ആളുകളെ ഇത്തരം പഠനരംഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഡിജിറ്റൽ സംവിധാനത്തിലൂടെയുള്ള പഠന രീതികളിലേക്ക് നീങ്ങുവാനാണ് ഫൗണ്ടേഷൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ പദ്ധതികളുമായി സഹകരിക്കണം. കൂടുതൽ വിജ്ഞാനം നേടുവാനും ഖുർആനെ സംബന്ധിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ള ഇത്തരം സന്ദർഭങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഈ മത്സരത്തിൽ പങ്കെടുത്ത, അതുപോലെ മത്സരം ഒരുപാട് നേരത്തെ മുസഫ തമീർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മത്സരത്തിൽ പങ്കെടുക്കാത്ത ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഈ പരിപാടി വീക്ഷിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ കൂടുതൽ ഇത്തരം പരിപാടികളുമായി, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത്തരം പരിപാടികൾ വളരെ ഗുണം ചെയ്യുന്നതാണ്. നമ്മുടെ പുതിയ തലമുറയെ കൂടി ഈ പരിപാടിയിലേക്ക് ആകർഷിക്കാനുള്ള സഹകരണവും സഹായവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അള്ളാഹു നമ്മുടെ ഈ കർമ്മങ്ങളെല്ലാം സ്വാലിഹായമായി സ്വീകരിച്ച് നമുക്ക് ഈ ലോകത്തും പരലോകത്തും അതിന് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാ